എല്ലാവർക്കും നമസ്കാരം. ഞാൻ സോണിയ. 9ാം ക്ലാസ്സിലെ കേരള പാഠാവലി മലയാളം ഭാഗം 2-ലെ ഗ്രേസിയുടെ കഥയായ തത്തക്കൂട്ട് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത്. ഇന്ന് നമുക്കതിൻ്റെ ചോദ്യോത്തരങ്ങളൊന്ന് വിശകലനം ചെയ്യാം. അപ്പോൾ ഈ രചനയ്ക്ക് പിന്നിൽ തൻ്റെ ചുറ്റുപാടും കാണുന്ന ഓരോരുത്തരും നമ്മളുടെ ചുറ്റുപാടും കാണുന്ന സംഭാഷണങ്ങളും അവിടെ കണ്ട കാര്യങ്ങളൊക്കെയാണ് തൻ്റെ കഥകളിലൊക്കെയും താൻ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് കഥാകാരി പറയുകയുണ്ടായി. കൊച്ചു കൊച്ചു ഇണക്കങ്ങളുമായി കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ മിക്കപ്പോഴും കടന്നു വരുന്ന ഒരു സംഭാഷണമാണ് എനിക്ക് ആദ്യം അങ്ങ് പോകണം, എനിക്ക് നിങ്ങളോട് ജീവിച്ചു മടുത്തു എന്നുള്ള ഒരു സംഭാഷണം. ഇത് അതുപോലെ തന്നെ നമുക്ക് ഈ കഥയിൽ കണ്ടെത്താം. അതുപോലെ തന്നെ അവഗണനകൾ ഏറ്റുവാങ്ങുന്നവർ അല്ലെങ്കിൽ ഒറ്റപ്പെടലിൻ്റെ ദുഃഖം പേറുന്ന ഒരുപാട് ജനങ്ങൾ നമ്മളുടെ ചുറ്റുമുണ്ട്. ഇവിടെയും ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ദമ്പതിമാരും അവർക്ക് കൂട്ടായി എത്തുന്ന ഒരു തത്തയുമാണ് കഥാപാത്രങ്ങളായി നമ്മളിൽ എത്തുന്നത്. അതുപോലെ തന്നെ ചില വീടുകൾ, ഏതോ ഒരു വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോൾ ഇതാ വിരുന്നുകാരെത്തിയിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്ന ഒരു തത്തയെ കഥാകാരി കാണുകയുണ്ടായി. അപ്പോൾ തൻ്റെ ചുറ്റും കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ കഥയിലൂടെ അവർ ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ നമ്മളുടെ മുന്നിലേക്ക് ഏത് ക്വസ്റ്റ്യൻ ഇട്ട് തന്നാലും ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കണം. അതിന് പ്രധാനമായും ഇത് കഥാകാരി അല്ലെങ്കിൽ ഏത് പാഠമാണിത്, ഏത് പാഠസന്ദർഭമാണ്, ഇതാരാണ് എഴുതിയിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് വിശദമാക്കേണ്ടതുണ്ട്. അപ്പോൾ ഏതെങ്കിലും വരികൾ ഇതിൽ നിന്നും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഇൻട്രൊഡക്ഷൻ പൊതുവായി ചെയ്യാവുന്നതാണ്, അത് എഴുതാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: അങ്ങനെ ദിവസങ്ങൾ പല നിറം പകർന്ന് കടന്നു പോകുന്നത് കുട്ടിക്കൃഷ്ണനും ഭാഗ്യലക്ഷ്മിയും അറിഞ്ഞത് തന്നെയില്ല. മക്കളെയും പേരക്കുട്ടികളെയും ഓർത്ത് ഇടയ്ക്കെങ്ങാനും ഭാഗ്യത്തിന്റെ കണ്ണ് നിറയുന്നത് കണ്ടാൽ തത്ത വിളി തുടങ്ങും: പാക്യം പാക്യം, എനിക്ക് വിശക്കുന്നു. തത്തക്കൂട്ട് എന്ന കഥയിൽ കുട്ടിക്കൃഷ്ണന്റെയും ഭാഗ്യലക്ഷ്മിയുടെയും ജീവിതത്തെ ആഹ്ലാദഭരിതമാക്കുന്നതിൽ തത്തയുടെ സാന്നിധ്യം എത്രത്തോളം സഹായകമാണ് എന്നതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇതൊരു ചർച്ചയ്ക്ക് വച്ചിരിക്കുകയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമ്മൾക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ വരുമ്പോൾ ഇൻട്രൊഡക്ഷനായി പൊതുവായി കൊടുക്കാൻ പറ്റുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആധുനിക കഥാകൃത്തുക്കളിൽ ശ്രദ്ധേയയായ ഗ്രേസിയുടെ കഥയാണ് തത്തക്കൂട്ട്. മനുഷ്യ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഖനനം ചെയ്യുന്നവരാണ് എഴുത്തുകാർ. ഇത്തരത്തിൽ മനുഷ്യ ജീവിതത്തിൻ്റെ അവസ്ഥാന്തരങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്യുന്ന കഥയാണ് തത്തക്കൂട്ട്. നിരാലംബരായ മനുഷ്യരുടെ ജീവിതമാണ് കഥാപാത്രങ്ങളിലൂടെ ഇവിടെ നിർദ്ധാരണം ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ കുറച്ചുകൂടെ ലഘുവായി പറഞ്ഞാൽ, തത്തക്കൂട്ട് എന്ന കഥ ആധുനിക കഥാകൃത്തുക്കളിൽ ശ്രദ്ധേയയായ ഗ്രേസിയുടെ കഥയാണ്. മനുഷ്യ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ മനസ്സുകളെ ആവിഷ്കരിക്കുന്നവരാണ് എപ്പോഴും എഴുത്തുകാർ. ഇത്തരത്തിൽ മനുഷ്യ ജീവിതത്തിൻ്റെ അവസ്ഥകളെ ആഴത്തിൽ വിശകലനം ചെയ്യുന്ന ഒരു കഥയാണിത്. ഈ കഥയിലെ ഒരു വാക്യമാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടത്, അല്ലെങ്കിൽ ഇതാണ് പിന്നെ നമ്മൾ ഈ കണ്ട വാക്യം എന്നൊക്കെ ലഘുവായി എഴുതി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ആൻസർ പരിശോധിക്കാം. പേരക്കുട്ടികൾക്ക് കരുതി വച്ച സ്നേഹവും വാത്സല്യവും തത്തയിലേക്ക് അവർ ചൊരിയുന്നത് അതേ ലാഘവത്തോടുകൂടി ജീവിതത്തെ അവർ കാണുന്നത് കൊണ്ടാണ്. മനുഷ്യരുടെ ഭാഷ സംസാരിച്ചു തുടങ്ങുന്ന തത്ത വളരെ പെട്ടെന്ന് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നു. തത്തമ്മ പെണ്ണിന് ചെക്കനെ ഭാഗ്യലക്ഷ്മിയും തത്തമ്മ മോനെ പെണ്ണിനെ കുട്ടിക്കൃഷ്ണനും അന്വേഷിക്കാൻ തുനിയുന്നു. കരിമ്പനയോല ചിന്തി തള്ളി തത്തമ്മ അതിൻ്റെ ഭാഷയെ തെളിയിച്ചു എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായ വീക്ഷണകോണിലൂടെയാണ് തത്ത ഈ ദമ്പതികളുടെ ജീവിതത്തെ നോക്കി കണ്ടതും അവരുടെ ഭാഷ സ്വായത്തമാക്കിയതും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഭാഗ്യലക്ഷ്മി കുട്ടിക്കൃഷ്ണനെ കല്യാണം കഴിക്കാനിടയായത് കുറുമ്പ് കാട്ടിയത് കൊണ്ടാണെന്ന് തത്ത തന്നെ ആർത്തു വിളിച്ച് പറയുന്നുണ്ട്. ഇവരുടെ ജീവിതത്തിന് നിറം പകരാനും വർണ്ണാഭമായ ആ ലോകത്ത് പുതിയ സ്വപ്നങ്ങൾ നെയ്തെടുക്കാനും പ്രാപ്തരാകും വിധം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി ആ തത്ത കുഞ്ഞ്. സഹജീവികൾ തങ്ങളെപ്പോലെ തന്നെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും സ്നേഹിക്കാൻ ഒരു മനസ്സും
പരിഗണിക്കാൻ ഒരു ഇടവും നൽകിയാൽ അവയും നമുക്ക് താങ്ങും തണലുമാകും എന്നുള്ള മാനവിക പാഠമാണ് തത്തക്കൂട് അല്ലെങ്കിൽ തത്തക്കൂട്ട് പകർന്നു തരുന്നത്. ഈ കഥ നമുക്ക് പകർന്നു തരുന്നത് നോക്കിയേ. അത് നമുക്ക് കോമൺ ആയിട്ട് അവസാനം ഒരു അനോട്ടേഷൻ എഴുതുകയാണെങ്കിൽ അതൊരു ഇൻട്രൊഡക്ഷൻ, പിന്നെ വരികളുടെ ആശയം, അതിനുശേഷം നമ്മളുടേതായ ഒരു കൺക്ലൂഷൻ അല്ലേ. അവസാനം നമുക്കിത് എഴുതാം. എന്താ? സഹജീവികൾ തങ്ങളെപ്പോലെ തന്നെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അവയെ സ്നേഹിക്കാൻ ഒരു മനസ്സും പരിഗണിക്കാൻ ഒരു ഇടവും നൽകിയാൽ അവയും നമുക്ക് താങ്ങും തണലുമാകുമെന്നുള്ള മാനവിക പാഠമാണ് തത്തക്കൂട്ട് എന്ന കഥ നമുക്ക് പകർന്നു നൽകുന്നതെന്ന് എഴുതി നിർത്താം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അവരുടെ ഉൾച്ചൂടേറ്റ് തത്തക്കുഞ്ഞ് ഒന്ന് ഞരങ്ങി. അവരിൽ ഉൾച്ചൂട് നിറയ്ക്കുന്ന ചിന്തകൾ എന്തെല്ലാമാണ്? കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇവിടെയും നമ്മൾക്ക് ഏത് പാഠഭാഗമാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇൻട്രഡക്ഷൻ കൊടുക്കേണ്ടതുണ്ട് അല്ലേ. ഏത് പാഠഭാഗത്തു നിന്നാണെന്നും ആരാണ് കഥാകാരിയെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്കവിടെ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ആ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അതിനുശേഷം പറയാം, മുറിവേറ്റ ഒരു ജീവന് താങ്ങാകുക എന്ന മാനുഷിക പരിഗണനയാണ് ഭാഗ്യവും കുട്ടിയും ചെയ്തത്. ആപത്തിൽ താങ്ങാകുകയും മുറിവിൽ മരുന്ന് പുരട്ടുകയും മുറിവേറ്റ കിളിയെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുകയും ചെയ്തു. സഹജീവികൾക്ക് നൽകുന്ന പരിഗണനയും സ്നേഹവുമാണ് ഈ സന്ദർഭം വ്യക്തമാക്കുന്നത്. മനുഷ്യന്റെ മനസ്സിൽ നിന്നും നഷ്ടമാകാതെ ബാക്കിയാകുന്ന മൂല്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന സന്ദർഭമാണിത്. സ്നേഹവും കരുതലും നൽകുന്ന മനുഷ്യർ നൽകിയ പ്രതീക്ഷയാണ് ജീവന്റെ ഉൾച്ചൂടായി മാറിയത്. ആ ഉൾച്ചൂട് പകർന്ന പുതുജീവനിലാണ് തത്തക്കുഞ്ഞ് ഞരങ്ങിയത്. നോക്കണേ, ഇവരുടെ ഉൾച്ചൂട് എന്ന് പറയുമ്പോൾ ഇവരുടെ ഉള്ളിൽ ഒരു എരിയുന്ന ഒരു തീക്കനലുള്ള ഹൃദയങ്ങളാണ് ഇവർ രണ്ടുപേരുടെയും. കാരണം അവരുടെ വാർദ്ധക്യത്തിൽ ഉണ്ടായ ഒറ്റപ്പെടി അല്ലേ, അവരുടെ പേരക്കുട്ടികളെയും മക്കളെയും പിരിഞ്ഞ് താമസിക്കുന്ന അച്ഛനും അമ്മയും. അപ്പോൾ ഇവരുടെ ഹൃദയത്തിൽ ഒടുങ്ങാത്ത ഒരു ചൂടുണ്ട്. ആ ഒരു ചൂട് തട്ടിയിട്ടാണെന്ന് നമുക്കൊരു വേണമെങ്കിൽ പറയാം. അതുമല്ലെങ്കിൽ അതും അങ്ങനെയാണ് അതിന് ജീവൻ വെച്ചതെന്ന് പറയാം. അല്ലെങ്കിലോ ഈ തത്തക്കുഞ്ഞിനോട്, ഈ സഹജീവിയോട് ഇവർക്ക് തോന്നിയ കരുണയും സ്നേഹവും. ആദ്യം ആ തത്തക്കുഞ്ഞിനെ അവിടെ നിന്ന് കിട്ടുമ്പോൾ പറയുന്നത് കുട്ടിക്ക് തൻ്റെ മകനെ അല്ലേ, ആദ്യം മകൻ ജനിച്ചപ്പോൾ നഴ്സ് കൊണ്ട് കയ്യിലേക്ക് കൊടുത്തതാണ് ഓർമ്മ വന്നതെന്ന് അല്ലേ. അപ്പോൾ അവർ ആ കുഞ്ഞിനെ അതുപോലെ കാണുന്നു, തൻ്റെ മകനെ പോലെ അദ്ദേഹം കാണുന്നു അല്ലേ. ആ ഒരു സ്നേഹത്തിൻ്റെ ചൂട് ഉള്ളിലുള്ളത് കൊണ്ടാവാം ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ തത്തക്കുഞ്ഞിന് അത് ചൂട് പകർന്നു കിട്ടുകയും അത് ജീവൻ തുടിക്കുന്ന ഒരു താത്തയായി മാറുകയും അവരോടൊപ്പം നാളുകൾ പിന്നെ ചിലവഴിക്കുകയും ചെയ്യുന്നത്. അടുത്തത്, ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. വള്ളത്തോൾ നാരായണ മേനോന്റെ കിളിക്കൊഞ്ചൽ എന്ന കവിതയിലുള്ള പ്രസിദ്ധമായ വരികളാണിവ. ഇത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഉടലെടുത്ത ഒരു കവിതയാണ്. വള്ളത്തോളിൻ്റെ ഈ കവിത സ്വാതന്ത്ര്യം നേടിയെടുക്കണം എന്നുള്ള ചിന്ത ഭാരതീയനിൽ അല്ലെങ്കിൽ കേരളീയരിൽ ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടെ എഴുതിയൊരു കവിത ആയതുകൊണ്ട് തന്നെ ഈ ബന്ധുര കാഞ്ചനക്കൂട്ടിലാണെങ്കിലും സ്വർണ്ണക്കൂട്ടിൽ അടച്ചിട്ട പക്ഷിയാണെങ്കിലും ബന്ധനം എന്ന് പറയുന്നത് ബന്ധനം തന്നെയാണ്. അതായത് സ്വാതന്ത്ര്യമില്ലായ്മ എന്നത് സ്വർണ്ണക്കൂട്ടിൽ അടച്ചു വെച്ചാലും സ്വാതന്ത്ര്യമില്ലായ്മ തന്നെയാണ് അല്ലേ. അറിച്ചാകുമോ? നമ്മളെ ഒരു സ്വർണ്ണക്കൂട്ടിലേക്ക് അടക്കി വെച്ച് പക്ഷിയെ വിട്ടേരെ, നമ്മളെ ഒരു സ്വർണ്ണക്കൂട്ടിൽ അടച്ച് ഇങ്ങനെ വളർത്തുക. ആ വീടിന് പുറത്തേക്ക് നമുക്ക് ഇറങ്ങാനേ പറ്റില്ല. നമുക്ക് ആവശ്യത്തിനുള്ളതെല്ലാം അവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ നമ്മളെ അടച്ചിട്ട് എവിടെയെങ്കിലും വളർത്തിയാൽ സ്വാതന്ത്ര്യം എന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ? നമ്മൾ പറയുമോ ഈ പാരതന്ത്ര്യം, ഈ സ്വാതന്ത്ര്യമില്ലായ്മ ഞാൻ നന്നായി അനുഭവിക്കുന്നു, ഞാൻ നന്നായി ആസ്വദിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. കൂട് ബന്ധനത്തിൻ്റെയും അസ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതീകമാവാറുണ്ട്. ഈ കഥയിലെ കൂട് അത്തരമൊരു പ്രതീകമാണോ? വിലയിരുത്തുക. അപ്പോൾ കൂട് എന്ന് പറയുന്നത് അസ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമാണ് അത്ര അല്ലേ. ഒരു കിളിയെ നമ്മൾ കൂട്ടിലടച്ച് വളർത്തുന്നു, വളരെ സ്വാതന്ത്ര്യം കൊടുത്തുന്ന കിളിക്ക് ഇങ്ങനെ ആനന്ദമായ വിഹായസിൽ ആകാശത്തിൽ പറന്നു നടക്കുന്നത് പോലെ കൂട്ടിൽ അതിന് വിഹരിക്കാൻ സാധിക്കുമോ? ആലോചിച്ച് നോക്കിയേ, ഒരിക്കലും പറ്റില്ല.
ആ കൂടെന്ന് പറയുന്ന ഇട്ടാവട്ടത്തിനകത്ത് എന്ത് ലോകമാണ് അല്ലേ? അതിന് എന്ത് ലോകമാണ് കാണാൻ പറ്റുന്നത്? എന്ത് സ്വാതന്ത്ര്യമാണ് അനുഭവിക്കാൻ പറ്റുന്നത്? ഇവിടെയും നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാ. കൂട് ബന്ധനത്തിൻ്റെയും അസ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതീകമാകാറുണ്ട്. പക്ഷെ ഇവിടുത്തെ കൂടോ, ഇവിടുത്തെ തത്തക്കൂട്ട് എന്ന ഈ കഥയിലെ തത്തക്കൂട് അത്തരമൊരു പ്രതീകമാണോ? വിലയിരുത്തുക. നമുക്ക് നോക്കാം. ബന്ധനം എന്നത് പാരിൽ ഏറ്റവും തീക്ഷ്ണമായ അവസ്ഥയാണ്. ഏറ്റവും ശ്രേഷ്ഠമായി ബന്ധനത്തിൽ പരിഗണിച്ചാലും, നമ്മളെ എങ്ങനെയൊക്കെ പരിഗണിച്ചാലും, ബന്ധനത്തിലാണെങ്കിൽ ബന്ധനം എന്ന് പറയുന്നത് ബന്ധനം തന്നെയാണ്. അതൊരു അസ്വാതന്ത്ര്യമാണ്, ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. എന്നാൽ ഇവിടെ തത്തക്കൂട് ബന്ധനത്തിൻ്റെ അതിർവരമ്പുകൾ ഭേദിച്ച് സ്നേഹവും പരിഗണനയും കൊണ്ട് വലിയൊരു ആകാശം തീർക്കുകയാണ്. മനുഷ്യരുടെ ഭാഷ പഠിച്ച തത്തക്കുഞ്ഞിനെ മറ്റു തത്തകൾ ഒറ്റപ്പെടുത്തുമെന്ന ഭയവും കരുതലും കുട്ടിയിലും ഭാഗ്യത്തിലും ഉള്ളതിനാൽ അവർ തത്തക്കൂട് തുറന്നിടുക പതിവാണ്. എന്നാൽ തത്തക്കുഞ്ഞാകട്ടെ തൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഒരു കുറവും കാണാൻ കഴിയാത്തതിനാലാകാം ആ മനുഷ്യരെ വിട്ടു പോയതുമില്ല. സ്നേഹം നിറഞ്ഞ സ്വാതന്ത്ര്യം വളരെ മനോഹരമാണ് എന്ന് എഴുത്തുകാരി നമ്മെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. ഈ കഥയിലെ തത്തക്കൂട് സംരക്ഷണത്തിനുള്ളതാണ്. അതിൻ്റെ വാതിലുകൾ ബന്ധിക്കപ്പെട്ടതല്ല. തത്തക്കൂട് തൻ്റെ സുരക്ഷിതമായ ഇടമാണെന്ന് തത്ത തിരിച്ചറിയുന്നു. നോക്കണേ, മനുഷ്യൻ്റെ ഭാഷ ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി പറയുന്നുണ്ട്, ഈശ്വര, ഇനി ഇവൻ ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ, മനുഷ്യരെ പോലെ ഇവൻ സംസാരിച്ചു തുടങ്ങിയാൽ മറ്റു തത്തകൾ ഇവനെ കൂട്ടത്തിൽ കൂട്ടുമോ എന്നുള്ള ഒരു ഭയം കുട്ടിക്ക് ഉണ്ട്. അവരത് ആഗ്രഹിക്കുന്നില്ല. അതിനെ അവിടെ തളച്ചിടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അത് പറന്നു പൊക്കോട്ടെ അല്ലേ? അത് അതിൻ്റെ ആദ്യം കിട്ടുമ്പോൾ പറയുന്നുണ്ട്, ഇതിനെ നമുക്ക് പരിപാലിക്കാം, അതിന് ജീവൻ തുടിച്ചു കഴിഞ്ഞു, സാരമില്ല, ഇനിയിപ്പോൾ അത് രക്ഷപ്പെട്ടോളും, വൈകിട്ട് തന്തയും തള്ളയും വന്നാലോ കൊണ്ടുപോയാലോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് ഇവർക്കുള്ളത്. അത് ആ പക്ഷിയും മനസ്സിലാക്കുന്നു. തനിക്ക് അസ്വാതന്ത്ര്യം, പാരതന്ത്ര്യം എന്നുള്ളത് തനിക്കിവിടെ അന്യമാണെന്ന് അതിനറിയാം. അതിന് ഇവിടെ സ്വാതന്ത്ര്യം, ഇഷ്ടംപോലെ സ്വാതന്ത്ര്യമുണ്ട്. സ്നേഹം കൊണ്ടുള്ള സ്വാതന്ത്ര്യം അത് മതി അതിന് അല്ലേ? ഇങ്ങനെ പറന്ന് നടക്കണമെന്ന് അതിന് യാതൊരു ആഗ്രഹവുമില്ല. ഇവരോടൊപ്പം ഇവരുടെ മകളായി ഇവിടെ ജീവിക്കാനാണ് അത് ആഗ്രഹിക്കുന്നത്. അപ്പോൾ സുരക്ഷിതമായ ഇടമാണിത്, ഈ കൂട് എന്ന് അതിനറിയാം. തുറന്നിട്ടിട്ട് പലപ്പോഴും അവർ പറയുന്നുണ്ട് ഇറങ്ങിപ്പോയിക്കൊള്ളാൻ, പക്ഷേ അത് പോകാൻ തയ്യാറല്ല. അപ്പോൾ ബന്ധനം ഇവിടെ, ഈ കൂട്ടിൽ ബന്ധനം എന്നത് ബന്ധനമല്ല അല്ലേ? സ്വാതന്ത്ര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സംരക്ഷണത്തിൻ്റെ, പങ്കുവയ്ക്കലിൻ്റെ കൂടാണ് ഇവിടുത്തെ തത്തക്കൂട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കുട്ടിക്കൃഷ്ണൻ, ഭാഗ്യലക്ഷ്മി, തത്ത, ഈ 3 കഥാപാത്രങ്ങളാണല്ലോ ഇതിലുടനീളമുള്ളത് ഈ കഥയിൽ. എന്നിവർക്കിടയിലെ ആത്മബന്ധം ഏറെ വികാരസാന്ദ്രമായാണ് കഥാകാരി ആവിഷ്കരിച്ചിരിക്കുന്നത്. കഥയിൽ നിന്ന് കൂടുതൽ തെളിവുകൾ കണ്ടെത്തി മുകളിൽ നൽകിയ നിരീക്ഷണത്തോട് പ്രതികരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ഇതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ ആൻസർ നോക്കാം. കണ്ണീർ നിറഞ്ഞ് കാഴ്ച മങ്ങിയതുകൊണ്ട് തത്ത കൂട്ടിൽ നിന്നിറങ്ങുന്നത് അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അവസാനം, കഥയുടെ അവസാനം നമ്മൾ ഇങ്ങനെയാ നമ്മൾ മനസ്സിലാക്കിയത് ഇങ്ങനെയാ. അതിനോട് ഇറങ്ങി പൊയ്ക്കൊള്ളാൻ പറയുമ്പോൾ അവൾ പോയി. ഇനി ആദ്യം പോണോ എന്ന് പറഞ്ഞിട്ട് അവളങ്ങ് പോയല്ലോ. ഇനി എനിക്ക് മറ്റൊരു കൂട്ടും വേണ്ട, നീ ഇറങ്ങിപ്പൊക്കോ ഇതിനകത്തുനിന്ന് പറഞ്ഞ് അയാൾ ആ വാതിൽ തുറന്നിടുമ്പോൾ തത്ത അയാളുടെ തോളിലേക്ക് പറന്ന് വന്നിരിക്കും. ഈ സമയത്ത് കണ്ണീർ നിറഞ്ഞിട്ട് കാഴ്ച മങ്ങിയത് കൊണ്ട് തത്ത കൂട്ടിൽ നിന്ന് ഇറങ്ങി എന്നുള്ള സംഭവം അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അടുത്തത്, പോ പൂച്ചേ, അവൾ ഞങ്ങളുടെ മോളാ, തൊട്ടു പോകരുത്. അത് പറയുന്നതാ ഭാഗ്യം. ഇടയ്ക്കിടയ്ക്ക് ഒരു കണ്ടം പൂച്ച വരുമെന്ന് പറഞ്ഞല്ലോ, ആ കണ്ടം പൂച്ചയോട് ഭാഗ്യം അലറും, പോക്കോ പൂച്ചേ, അവൾ ഞങ്ങളുടെ മോളാ, അവളെ തൊട്ടു പോകരുത്. അടുത്തത്, കടന്നു വയ്ക്കോ, അവൻ ഞങ്ങളുടെ മോനാ. അതാരാ പറയുന്നേ? കുട്ടിയുടെ മോനുമായിരുന്നു, ഭാഗ്യത്തിൻ്റെ മകളുമായിരുന്നു. അപ്പോൾ വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്കും ജീവിത വഴിയിൽ തനിച്ചായവർക്കും പലപ്പോഴും വളർത്തുമൃഗങ്ങളും മറ്റും കൂട്ടാകാറുണ്ട്. അത്തരത്തിൽ ഒരാശ്വാസമാകുകയാണ് ഇവിടുത്തെ തത്തമ്മ.
തൻ്റെ ജീവൻ രക്ഷപ്പെടുത്തിയ, തനിക്ക് മുറിവിൽ മരുന്ന് പുരട്ടിയ സഹജീവികളുടെ വിഷമത്തിൽ പങ്കുചേരുകയാണ് ആ തത്തമ്മ. സ്നേഹത്തിന് ലോകത്തെ എല്ലായിടത്തും ഒരേ അർത്ഥമാണ് എന്ന തിരിച്ചറിവാണ് ഈ തത്തക്കൂട് അല്ലെങ്കിൽ ഈ തത്തക്കൂട്ട് എന്ന കഥ നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്രിയപ്പെട്ടവർ കൂടെ ഇല്ലാതായ ഒരാൾക്ക് തത്തക്കൂട്ടാകുമോ? തത്തക്കൂട്ട് എന്ന കഥാശീർഷകത്തിന്റെ പ്രസക്തി വ്യക്തമാക്കുക. കഥയുടെ പേര് തത്തക്കൂട്ട് എന്നാണ്. അപ്പോൾ ഈ ശീർഷകം, ഈ പേര് കഥയ്ക്ക് ചേരുന്നുണ്ടോ? പ്രസക്തി, ഈ കഥയുടെ പ്രസക്തി, കഥാശീർഷകത്തിന്റെ പ്രസക്തി പരിശോധിക്കാനാണ്, വ്യക്തമാക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. സ്നേഹം എന്നത് മനുഷ്യരിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന മഹനീയമായ കാഴ്ചപ്പാടാണ് ഈ കഥ നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. നാം കൊടുക്കുന്നത് എന്താണോ അത് തന്നെയാണ് തിരിച്ചു കിട്ടുക എന്ന തത്വമാണ് ഈ കഥ അവതരിപ്പിക്കുന്നത്. ഒറ്റപ്പെട്ടു പോകുന്ന ഒരാളുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനും അതിന് കൂട്ടാകാനും തത്ത ശ്രമിക്കുന്നു. തത്തയുടെ വർഗത്തിൽ തത്ത ഒറ്റപ്പെട്ടു പോകരുത് എന്ന് ആ മനുഷ്യരും ആഗ്രഹിക്കുന്നുണ്ട്. ഇടയ്ക്ക് കൂട് തുറന്നു പോകാൻ അനുവദിക്കുന്നതും ഇതുകൊണ്ടാണ്. പരസ്പരം താങ്ങാകുന്ന സഹജീവികളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തത്തക്കൂട്ട് എന്ന ഈ പേര് ഈ കഥയ്ക്ക് നന്നായി ചേരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. നോക്കണേ, ഇന്ന് ഒരു കാര്യം പറയുന്നുണ്ട് എപ്പോഴും, നമ്മൾ കൊടുക്കുന്നതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. പലപ്പോഴും പണ്ടൊക്കെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. സ്വന്തം പിതാവിനെ വളരെ നികൃഷ്ടമായി നോക്കിയ ഒരു മകൻ, ആ മകൻ തൻ്റെ പിതാവിനെ മറ്റാരും കാണാതെ ഒരു മുറിയിൽ അടച്ചിട്ട് അദ്ദേഹത്തിന് സമയാസമയങ്ങളിൽ ഭക്ഷണം കൊടുക്കാതെ, ക്ലീൻ ചെയ്യാതെ ഭക്ഷണം കൊടുക്കുന്ന പാത്രമാകട്ടെ നായകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും അതുപോലെ അത്രയും നികൃഷ്ടമായ ഒരു പാത്രത്തിൽ ഭക്ഷണം കൊടുക്കുന്നു. ആരെയും കാണാതെ ഒരു മുറിയിൽ അടച്ചിട്ട് വളർത്തുന്നു ഒരു അച്ഛനെ. ആ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ മുറി ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ മകൻ അവിടേക്ക് പോകുമ്പോൾ, അച്ഛൻ്റെ മരണശേഷം ആ മുറിയിലേക്ക് അയാൾ കയറുകയാണ്. അവിടെയൊക്കെ ഒന്ന് അടിച്ചു തൂത്ത് വൃത്തിയാക്കി പെയിൻ്റ് അടിച്ചൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പോൾ ഈ മകൻ്റെ മകൻ, അതായത് കൊച്ചുമകൻ, തൻ്റെ പിതാവിനോടൊപ്പം ഈ ജോലി കാണാൻ വേണ്ടിയിട്ട് ഈ മുറിയിലേക്ക്, അപ്പം അയാൾ തടയും, ഇങ്ങോട്ട് കയറണ്ട, ഇത് വൃത്തികെട്ട മുറിയാണെന്നൊക്കെ പറഞ്ഞിട്ടും ആ കുട്ടി അയാളുടെ ഒപ്പം അവിടേക്ക് പ്രവേശിക്കുന്ന ഒരു കഥയാണ് കേട്ടോ. പക്ഷെ പലരുടെയും ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കേട്ട് കേൾവിയുള്ള കഥ ആയിരിക്കാം. എന്തായാലും നോക്കണേ, കഥയായിരിക്കത്തില്ല, ചിലപ്പോൾ ജീവിത സന്ദർഭവുമായിരിക്കാം. അപ്പോൾ എന്തായാലും ഈ കുട്ടി അങ്ങോട്ടേക്ക് ചെന്നിട്ട് അവിടെ കിടന്ന് ഏറ്റവും മുഷിഞ്ഞ, അയാൾ ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന ആ മുഷിഞ്ഞ പാത്രം എടുത്ത് അവൻ്റെ കയ്യിൽ വെക്കും. ആ കയ്യിലേക്ക് അതെടുത്ത് വെക്കുമ്പോൾ ഇയാൾ ചോദിക്കും, എന്തിനാ മോനെ ഇതെടുത്ത് വെക്കുന്നത്? അപ്പോൾ പറയും, നാളെ അച്ഛൻ ഇതുപോലെ വയസ്സാകുമല്ലോ, അപ്പോൾ അച്ഛന് തരാൻ വേണ്ടിയിട്ടാണ് ഞാനിതെടുത്ത് വെച്ചതെന്ന്. അല്ലേ, നോക്കണേ ആ പിതാവിൻ്റെ ഒരവസ്ഥ. അയാൾ അവിടെ വെച്ച് ഇല്ലാതായി കാണും. അപ്പോൾ താൻ കൊടുത്തത് തനിക്ക് തിരിച്ചു കിട്ടും. ഇവിടെ കൊടുത്തത് സ്നേഹമാണ്. ഈ കുട്ടിയും ഭാഗ്യലക്ഷ്മിയും കൂടെ ഇവന് കൊടുത്തത്, തത്തയ്ക്ക് കൊടുത്തത് സ്നേഹമാണ്. ആ സ്നേഹം അവർക്ക് പൂർണ്ണമായും തിരിച്ചു കിട്ടുന്നു. അല്ലേ, അവനെ മറ്റു തത്തകൾ ഒറ്റപ്പെടുത്തുമോ, മനുഷ്യൻ്റെ ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ അവനെ ഒറ്റപ്പെടുത്തുമോ എന്നുള്ള ചിന്തയുണ്ട് അവർക്ക്, സങ്കടം അവർക്കുണ്ട്. പക്ഷേ ആ സങ്കടമൊക്കെ മാറ്റിക്കൊടുത്തുകൊണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പകർന്നു കൊടുത്തുകൊണ്ട് അവർ അങ്ങനെ കൂട്ടായി ജീവിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ പേര് ഈ കഥയ്ക്ക് ഇണങ്ങുമെന്ന് തന്നെ നമുക്ക് സമർത്ഥിക്കാം. ഇനി അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പ്രവേശിക്കാം. മാധവിക്കുട്ടിയുടെ അമ്മ, ഗ്രേസിയുടെ തത്തക്കൂട്ട് എന്നീ കഥകളുടെ ഉള്ളടക്കം വിശകലനം ചെയ്ത് കഥയും ജീവിതവും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. അപ്പോൾ അമ്മയ്ക്കൊരു ഇൻട്രൊഡക്ഷൻ അല്ലേ, അമ്മ എന്ന കഥ ആരുടേതാണ്, നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ, ഫസ്റ്റ് ടൈമിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അമ്മ എന്ന കഥ ആരുടേതാണെന്ന് എഴുതാം. അതിനുശേഷം മാധവിക്കുട്ടിയുടെ അമ്മ, ഗ്രേസിയുടെ തത്തക്കൂട്ട്, ഈ രണ്ട് കഥകളും തമ്മിൽ കഥയും ജീവിതവും എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കാനാണ്. നമുക്ക് മാധവിക്കുട്ടിയുടെ അമ്മ എന്ന കഥയിൽ വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോവുകയും മക്കളാൽ അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന അമ്മയുടെ നിസ്സഹായ അവസ്ഥയിലേക്ക് വഴിയിൽ നടന്ന അപകടത്തിൽ ഒരു അപരിചിതൻ കടന്നു വരികയും മകനെ പോലെ പരിഗണിക്കുകയും ചെയ്യുന്നു. തൻ്റെ മക്കളുടെ കുറ്റം ഒന്നുപോലും പറയാതെ വീട്ടിൽ തനിച്ചായിട്ടും ഒറ്റയ്ക്കല്ല ഞാൻ പൊക്കോളാം എന്ന് പറയുന്ന അമ്മയുടെ മനോവികാരവും
മക്കളെയും പേരക്കുട്ടികളെയും ഓർത്ത് വിഷമിക്കുന്ന കുട്ടിയും ഭാഗ്യവും അനുഭവിക്കുന്ന മാനസിക അവസ്ഥയും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. സാന്ത്വനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരിഗണനയുടെയും കരങ്ങൾ മനുഷ്യ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് എന്നാണ് ഈ രണ്ടു പാഠഭാഗങ്ങളും പങ്കുവയ്ക്കുന്ന ആശയതലം. അവിടെ ജീവികളെന്നോ മനുഷ്യർ എന്നോ ഭേദം ഇല്ല. ഇപ്പോൾ പറഞ്ഞതുപോലെ ആദ്യത്തെ കഥയിലെ അമ്മയ്ക്ക് താങ്ങും തണലുമായി ഒരു മകനെ പോലെ കടന്നു വരുന്ന അപരിചിതൻ. അവർ മകനെ പോലെയാണ് അവരെ സ്നേഹിക്കുന്നതും സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അവരുടെ കൂടെ പോകാനും ഒക്കെ തയ്യാറാകുന്നത്. പക്ഷേ തൻ്റെ മക്കളെ ഒരിക്കൽ പോലും കുറ്റം പറയാതെ ആ അമ്മ ഒക്കെ സഹിക്കുന്നു. ഇവിടെയോ ഭാഗ്യവും കുട്ടിക്കൃഷ്ണനുമോ ഇതുപോലെ അതേ ഒറ്റപ്പെടൽ തന്നെയാണ് ഇവരും അനുഭവിക്കുന്നത്. ഇവർക്ക് കൂട്ടായി ഒരു തത്തയെ കിട്ടുന്നു. തൻ്റെ പേരക്കുട്ടികൾക്ക് സമാനമായി അല്ലെങ്കിൽ തൻ്റെ മക്കൾക്ക് സമാനമായി അവർ ആ തത്തയെ പൊന്നുപോലെ നോക്കുന്നു അല്ലേ. അപ്പം സഹജീവികളോടുള്ള സ്നേഹം കൊടുക്കുന്നത് അതുപോലെ അവർക്ക് തിരിച്ചു കിട്ടുന്നു. ആദ്യത്തെ കഥയിലെ അമ്മയും രണ്ടാമത്തെ കഥയിലെ ഈ അച്ഛനും അമ്മയും വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടലിൻ്റെ തീവ്രത അനുഭവിക്കുന്ന 3 കഥാപാത്രങ്ങളാണ് അല്ലേ. ഇവരുടെ ആ അനുഭവങ്ങൾ ഏകദേശം തുല്യം തന്നെയാണെന്ന് നമുക്ക് അനുമാനിക്കാം. അതുപോലെ ഇതിനകത്ത് കുറേ വാക്കുകളുണ്ട്. വിഗ്രഹിക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഇടയുള്ള കുറേ പദങ്ങൾ ഈ ഒരു പാഠത്തിൽ നമ്മൾ അപ്പോൾ കുറച്ച് പദങ്ങൾ നമുക്ക് നോക്കാം. കൊന്നത്തെങ്ങ്, കാക്കക്കൂട്ട്, മരക്കൊമ്പ്, പ്രസവമുറി, തത്തക്കുഞ്ഞ്, മഞ്ഞൾപ്പൊടി, അച്ഛനമ്മമാർ, കമ്പിക്കൂട്. നോക്കണേ, 2 പദങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഒരു പദചേരുവ ഉണ്ടായിരിക്കുന്നത്. അതായത് കൊന്നത്തെങ്ങ്, കാക്കക്കൂട്ടം, പ്രസവ മുറി. ഇങ്ങനെ 2 പദങ്ങൾ ചേർത്ത് വെച്ച് ഒരു പദമായിരിക്കുന്നു അല്ലേ. ഇങ്ങനെയുള്ള പദചേരുവകളെ നമ്മൾ വ്യാകരണത്തിൽ സമസ്ത പദം എന്ന് പറയും. 2ലേറെ പദങ്ങൾ ചേർന്നും സമസ്ത പദങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഉദാഹരണമായി മഞ്ഞൾ പൊടി വേർതിരിച്ചെഴുതുമ്പോൾ മഞ്ഞളിൻ്റെ പൊടി എന്നാകും. സമസ്ത പദങ്ങളെ വിഭക്തി പ്രത്യയങ്ങളുടെയും ഒക്കെ സഹായത്തോടു കൂടി നമ്മൾ പിരിച്ചെഴുതും. മഞ്ഞൾ പൊടി എന്നൂടെ വിശദമാക്കുമ്പോൾ മഞ്ഞളിൻ്റെ പൊടി. കൊന്നത്തെങ്ങ്, കൊന്നയായ തെങ്ങ്. കാക്കക്കൂട്ടം, കാക്കകളുടെ കൂട്ടം അല്ലേ, ശരിയല്ലേ. മരക്കൊമ്പ്, മരത്തിൻ്റെ കൊമ്പാണ് മരക്കൊമ്പ്. അപ്പോൾ 2 പദങ്ങളെ കൂട്ടി വെച്ചിട്ട് ഒരൊറ്റ പദമായി. ആ പദത്തെ നമ്മൾ വിഭക്തി പ്രത്യയങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി കുറച്ചുകൂടെ വിശാലമാക്കി വെക്കുക. എങ്ങനെയാ? തത്തക്കുഞ്ഞ്, തത്തയുടെ കുഞ്ഞ്. ഉടേ എന്ന വിഭക്തി പ്രത്യയവും കൂടെ ചേർത്ത് തത്തയുടെ കുഞ്ഞ്. അപ്പോൾ തത്തക്കുഞ്ഞ് എന്ന് പറയുന്ന ഒരു പദം നമ്മളുടെ മനസ്സിലേക്ക് ഇട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. തത്തക്കുഞ്ഞ് വേറെ ഒന്നിൻ്റെയും കുഞ്ഞല്ലല്ലോ തത്തക്കുഞ്ഞ്, തത്തയുടെ കുഞ്ഞ് തന്നെയല്ലേ തത്തക്കുഞ്ഞ്. അപ്പോൾ വിഗ്രഹിച്ചെഴുതുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? തത്തക്കുഞ്ഞ്, തത്തയുടെ കുഞ്ഞ്. ചിലപ്പോൾ ഇതിനൊരു മാതൃക തരും. കൊന്നത്തെങ്ങ്, കൊന്നയായ തെങ്ങ്. എങ്കിൽ പ്രസവമുറി, മാതൃക പോലെ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതും? പ്രസവത്തിനായുള്ള മുറിയാണല്ലോ പ്രസവമുറി. അപ്പോൾ പ്രസവത്തിനായുള്ള മുറി എന്ന് എഴുതി വെക്കണം. ഒന്നുകൂടെ പറയാം. കൊന്ന തെങ്ങ്, ഇങ്ങനെ 2 പദങ്ങൾ ചേർന്നപ്പോൾ കൊന്ന തെങ്ങ് എന്ന പദം ഉണ്ടാകുന്നു. ഇതിൽ കൊന്ന എന്ന പദത്തിന് നമുക്ക് പൂർവ്വപദമെന്നും തെങ്ങ് എന്ന പദത്തിന് നമുക്ക് ഉത്തരപദം എന്നും പേര് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ കൊന്ന എന്ന് പറയുന്ന പദത്തെ നമ്മൾ പൂർവ്വപദമെന്നും തെങ്ങ് എന്ന പദത്തെ നമ്മൾ ഉത്തരപദമെന്നും പറയും. അപ്പോൾ കൊന്നത്തെങ്ങ് വിഗ്രഹിക്കാൻ പറഞ്ഞാൽ കൊന്നയായ തെങ്ങ്. കാക്കക്കൂട്ടം, കാക്കകളുടെ കൂട്ടം. മരക്കൊമ്പ്, മരത്തിൻ്റെ കൊമ്പ്. പ്രസവമുറി, പ്രസവത്തിനായുള്ള മുറി. തത്തക്കുഞ്ഞ്, തത്തയുടെ കുഞ്ഞ്. മഞ്ഞൾപ്പൊടി, മഞ്ഞളിൻ്റെ പൊടി. അച്ഛനമ്മമാർ, അച്ഛനമ്മമാർ. അപ്പോൾ നമ്മൾ എങ്ങനെ വിഗ്രഹിക്കും? അച്ഛനും അമ്മയും. മാതാപിതാക്കൾ, മാതാവും പിതാവും. അങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ. കമ്പിക്കൂട്, കമ്പി കൊണ്ടുള്ള കൂട്. കമ്പി കൊണ്ട് ഉണ്ടാക്കിയ കൂടെന്നും പറയാം. കമ്പി കൊണ്ടുള്ള കൂടാണ് കമ്പിക്കൂട്. അപ്പോൾ
പാഠഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള സമസ്ത പദങ്ങൾ കണ്ടെത്തുക, അല്ലെങ്കിൽ പുറത്തു നിന്നും സമസ്ത പദങ്ങൾ കണ്ടെത്തുക, വിഗ്രഹിക്കുക. ഇങ്ങനെ ഇത്രയും ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ ചെയ്ത് കഴിയുമ്പോൾ ഈ പാഠഭാഗം പൂർണ്ണം. അപ്പോൾ എല്ലാവരും കാണണം. പിന്നെ D&D ബ്രദേഴ്സ് ആൻഡ് ബ്രോസ് എന്ന് പറയുന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനിയും അടുത്ത പാഠഭാഗങ്ങളുമായി നമുക്ക് കാണാം. അതുവരെ ബൈ.